സജന ഫിറോസ് അല്ല, അത് പണ്ടാണ്. സജന നൂർ ഈ അടുത്തിടെ വലിയ രീതിയിൽ വാർത്തകളൊക്കെ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. അതായത് ഫിറോസുമായിട്ട് വിവാഹമോചനം നേടിയത് അതൊരു സൈഡ്. അന്നേ പലരും പല രീതിയിലാണ് സജനയെക്കുറിച്ച് പല കഥകളും പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ പെട്ടെന്നാണ് റസൂൽ പൂക്കുറ്റിയുമായി സജനയ്ക്ക് ബന്ധമുണ്ടെന്നും ഇവർ തമ്മിലുള്ള അവിഹിതം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബന്ധമാണ് ഫിറോസിന്റെ ജീവിതം തകർത്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് വലിയ രീതിയിൽ വന്നു കിടന്ന് കരഞ്ഞു മെഴുകി ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് എനിക്ക് ഈ പറയുന്ന റസൂൽ പൂക്കുട്ടനുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദം മാത്രമേ ഉള്ളൂ, വേറെ പൂക്കളിയൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഴുകി കരഞ്ഞ് വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ട് ഇപ്പോൾ വന്നു കിടന്ന് താൻ 2.5 മാസം ഗർഭിണിയാണെന്നൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ആ പോസ്റ്റിൽ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും അതിൻ്റെ കൂടെ 9 വീക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ട് സ്റ്റോറി അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് സജന ഉദ്ദേശിക്കുന്നതെന്നും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ റസൂൽ പൂക്കുറ്റിയെ 3 കോടി രൂപയ്ക്കൊക്കെ എന്തോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്നാണ് ചില വ്ളോഗേഴ്സ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെയല്ലേ അന്ന് പലരും പറഞ്ഞത്, റസൂൽ പൂക്കുറ്റിയുമായി സജനയ്ക്ക് ഈ ബന്ധമുണ്ട്, അത് കാരണമാണ് ഫിറോസുമായിട്ട് പിരിഞ്ഞെന്നൊക്കെ. അന്നേ താങ്ങ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കരഞ്ഞു മെഴുകി നാടകം കളിച്ചു സംഭവം തന്നെ കേട്ടോ. ഒരു തരത്തിലുള്ള ഡ്രാമ ക്യൂൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് സജന അന്ന് അവിടെ വീഡിയോ പങ്കുവച്ചെത്തിയത്. അന്ന് പലരും സജനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മറ്റേ ഫിറോസ് ഒരു കൊള്ളാരുതാത്തവനാണ്, അവൻ പെണ്ണ് പിടിച്ചോണ്ട് നടക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഫിറോസിനെ പലരും വിമർശിച്ചു. ഇന്ന് ആ ഒരു സംഭവം സജനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർ വിവാഹമോചനമായി ഇവർക്ക് എന്ത് വേണമെങ്കിലും ആവാം, ഇവരുടേതായ ലൈഫാണ്, അവർക്ക് എന്തും ആവാം. പക്ഷേ ഇത് വെളിയിൽ വന്ന് പബ്ലിക് പ്ലേസിൽ വന്ന് നടന്ന് എനിക്കെതിരെ ഭയങ്കരപ്പെട്ട ഒരു ആരോപണമാണ് എന്ന് വീഡിയോ പങ്കുവച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും വലിയ ചർച്ചയായത്, ഇവർക്കെതിരെ ഭയങ്കര വിമർശനവും ഉണ്ടാകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.